ഇപ്പോൾ നമ്മൾ 4 ദിവസമായിട്ട് നടക്കുന്ന സബ് ജില്ലാ കലോത്സവമാണ്. അതിനോട് മുന്നോടിയായിട്ടാണ് ആരോഗ്യവകുപ്പ് ഒരാഴ്ച മുന്നേ തന്നെ ഈ പ്രദേശങ്ങളും മുഴുവൻ എല്ലാ കിണറുകളും ക്ലോറിനേഷൻ ചെയ്തു. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. അതിനോട് തന്നെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുബന്ധമായിട്ട് എല്ലാ ദിവസങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ ഒരു ടീം എല്ലാ മേഖലയിലുള്ള ഇവിടെ ഫുഡ് കൺട്രോൾ പരിശോധനയുടെ ഭാഗമായിട്ട് എല്ലാ ഫുഡ് സ്റ്റാളുകളും അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്ന പ്രദേശങ്ങളെല്ലാം എന്നും പരിശോധന നടത്തുകയും അതിലെ പാളിച്ചകളെല്ലാം ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കുന്ന വിധത്തിൽ എച്ച്എമ്മിനോടും മറ്റ് സ്റ്റാഫുകളോടും പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അതിനോടനുബന്ധിച്ചാണ് ഇന്നും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മികച്ച രീതിയിൽ തന്നെ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കാൻ കഴിഞ്ഞു. എല്ലാ ആരോഗ്യ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെയും മറ്റന്നാളത്തോടു കൂടി കലാപരിപാടികൾ കഴിയും. ഇത്രയും കാര്യങ്ങൾ എല്ലാ ദിവസങ്ങളും ആരോഗ്യ ടീം ഇവിടെ ഉണ്ടായിരിക്കും. അതോടനുബന്ധിച്ച് തന്നെ കുട്ടികൾക്ക് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സേവനങ്ങളും ഇവിടെ എല്ലാ സ്റ്റാള് സജ്ജീകരണമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.